നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് തന്നെയാണ് ആ വിശ്വാസത്തിന്റെ സ്ഥിരീകരണം. അതുപോലെ എല്ലാ രാജ്യങ്ങളിലേക്കും വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. സത്യസാക്ഷ്യങ്ങളെ അവരെ കൈമുതലായി പൈതൃകമായി സ്വീകരിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിലെ യേശുക്രിസ്തു ഏകരക്ഷകനാണെന്ന് ലോകത്തോട് ഏറ്റു പറഞ്ഞുകൊണ്ട് അവന്റെ നാമത്തിൽ രക്ഷ സ്വീകരിച്ചുകൊണ്ട് ഇപ്പൊ എന്താ സംഭവിക്കുന്നത് എന്റെ സഹോദരങ്ങൾക്ക് അറിയാവോ? അതായത് നിങ്ങളിപ്പോ 3 ലക്ഷം മനുഷ്യരാണ് ഈ റാലിയിൽ പങ്കെടുക്കുന്നത്. ഈ പങ്കെടുക്കുമ്പോൾ ഈ 3 ലക്ഷം ഒരു കുടുംബമായിട്ട് നമ്മൾ പങ്കെടുക്കുന്ന കാരണം ആ 3 ലക്ഷത്തിന്റെ പ്രാർത്ഥനാ ശക്തി നമ്മുടെ കുടുംബത്തിന് കിട്ടുകയാണ്. ഇതൊരു സർപ്ലസ് സ്പിരിച്വൽ എനർജിയാണ്. എന്നുവെച്ചാൽ നമ്മളുടെ ജീവിതത്തിന് 10 തലമുറകൾ ജീവിക്കാനുള്ള ആധ്യാത്മിക ആസ്തിയാണ് കൃപാസ അമ്മോട് കൂടെ നമ്മൾ ഈ കടപ്പുറത്ത് കൂടി നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നേടിയിരിക്കുന്നത്. അത് ദൈവം നമുക്ക് തന്നൊരു വിളിയാണ്. അതൊരു ദൈവവിളിയാണ്. ഈ ദൈവവിളിക്ക് നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് തന്നെയാണ് ആ വിശ്വാസത്തിന്റെ സ്ഥിരീകരണം. അതായത് ദൈവം നിങ്ങൾക്ക് നൽകിയ വിശ്വാസത്തെ നിങ്ങൾ സുവിശേഷവിഹിതമായി ജീവിച്ചതിന് പരിശുദ്ധം നൽകിയ സമ്മാനമാണ് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹവും അധികാരവും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് പീഡിത സഭയ്ക്ക് വേണ്ടി കൂടിയാണ്. നൈജീരിയ സഭയിലെ 1 ലക്ഷത്തോളം മനുഷ്യരെ അവര് കശാപ്പ് ചെയ്തു, ഭീകരന്മാരെ. അതുപോലെ എല്ലാ രാജ്യങ്ങളിലേക്കും വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. 36 കോടി ജനങ്ങള് 36 കോടി വിശ്വാസികള് വിശ്വാസത്തിന്റെ പേരില് ഈ ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അവിടെ എല്ലാം സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധമ്മ ഇതുപോലെയുള്ള ഭീകര സംവിധാനങ്ങളെയും സാത്താന്റെ കോട്ടക്കൊത്തളങ്ങളെയും തച്ചുവെക്കുന്നതിന് വേണ്ടിയാണ് നമ്മള് ജപമാല എന്ന ഈ സ്വർഗീയ ആയുധം കയ്യിലെടുത്തുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി പോരാടുന്നത്. ഇത് പോരാട്ടക്കാരുടെ പ്രാർത്ഥനയാണ്, ഇത് സൈനികരുടെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ സൈന്യം നമ്മൾ മുന്നോട്ട് കുതിക്കുകയാണ്, പരിശുദ്ധ അമ്മയോട് കൂടി ചേർന്ന് കുതിക്കുകയാണ്. ഈ ഭൂമിയിലുള്ള എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളെയും നാരകീയ ശക്തികളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് വിശ്വാസം നമ്മൾക്ക് വിശ്വാസം ജീവിച്ചിട്ടുള്ള ഈ രക്തസാക്ഷികളെ, അതുപോലെ തന്നെ അവരകത്തെ ധർമ്മ സുവിശേഷ സാക്ഷ്യങ്ങളെ അവര് കൈമുതലായി പൈതൃകമായി സ്വീകരിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിലെ യേശുക്രിസ്തു ഏകരക്ഷകനാണെന്ന് ലോകത്തോട് ഏറ്റു പറഞ്ഞുകൊണ്ട് അവന്റെ നാമത്തിൽ രക്ഷ സ്വീകരിച്ചുകൊണ്ട് അവന്റെ നാമത്തിലുള്ള സഹത്തിന്റെ സുവിശേഷം പരസ്പര പ്രവർത്തനങ്ങളിലൂടെ അവൻ പറയുന്നത് ചെയ്തുകൊള്ളാമെന്ന് 13 ലക്ഷം ആൾക്കാരാണ് മനുഷ്യരാണ് ഇന്ന് പരിശുദ്ധ ദേവമാതാവിന്റെ മധ്യസ്ഥതയില് കൃപാസനമാതാവിന്റെ മധ്യസ്ഥതയില് ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ 17 ലക്ഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ട്, 10,000 മക്കളുണ്ട്. അവർക്ക് വന്നെത്താൻ പറ്റുന്നില്ല എന്നൊരു കണ്ണീരോട് അവർക്ക് ഈവ് കിട്ടിയിട്ടില്ല, അവർക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളോട് കുടുങ്ങിപ്പോയിട്ടുണ്ട്. ആ ബന്ധങ്ങൾ അഴിച്ചു മാറ്റിക്കൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഓരോ ശരി അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി അവരും വിശ്വാസത്തില് ഉണർന്നേറ്റേണ്ടത് കൊണ്ട് ഈ എവിടെയെല്ലാം വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ, എവിടെയെല്ലാം വിശ്വാസത്തിന്റെ രക്തമാണ് സഭയുടെ പീഡമെന്ന് നമ്മുടെ രക്തസാക്ഷികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസ ചൈതന്യം ഊതി കത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മ 2004 ഡിസംബർ 7-ാം തീയതി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒറ്റ കാര്യം എന്താ പറഞ്ഞത്? ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ എന്താ അമ്മ പറഞ്ഞത്? ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. ആ ദുരന്തം ഉണ്ടാകാൻ പോലും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്ത് പ്രാർത്ഥിക്കണമെന്ന് അമ്മ പറഞ്ഞു. എന്ത് പ്രാർത്ഥിക്കണം? നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്തു കൊള്ളാമെന്ന് ദൈവത്തോട് പരിശുദ്ധയുടെ മധ്യസ്ഥ ഉടമ്പടിയെടുത്തുകൊണ്ട് ഉടമ്പടി സമൂഹമായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. അതേ പരിശുദ്ധ ദേവമാതാവ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളെ സുവിശേഷ കയ്യിലെത്തിക്കൊണ്ട് ജപമാല കയ്യിലെക്കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ ദുരന്തങ്ങളും, രാജ്യമുണ്ടാക്കുന്ന ദുരന്തങ്ങള്, സമൂഹ ദുരന്തങ്ങള്, വ്യക്തി ദുരന്തങ്ങള്, കുടുംബ ദുരന്തങ്ങള്, ആത്മീയ ദുരന്തങ്ങള്, എല്ലാ ദുരന്തങ്ങൾക്കുമെതിരെ ചേർന്നുകൊണ്ട് പോരാടാൻ വിളിച്ചതിന് നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം.